നമസ്കാരം. ഇന്ത്യ ആഗോള വിപണിയിൽ ഒരു പ്രബല ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് US കോൺഗ്രസ് അംഗം റിച്ച് മക്കോർമിക്. അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ നൽകുന്ന സംഭാവനകൾ പാകിസ്ഥാനേക്കാൾ വളരെ വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30 കോടി ജനസംഖ്യയുള്ള രാജ്യമായിരുന്നിട്ടും പാകിസ്ഥാൻ അമേരിക്കയിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നില്ല എന്ന് മക്കോർമിക് പറഞ്ഞു. എന്നാൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക മാത്രമല്ല, തിരികെ വലിയ തോതിൽ നിക്ഷേപങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അമേരിക്കൻ കമ്പനികൾ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം നടത്താൻ താൽപര്യപ്പെടുന്നത് ഇന്ത്യയിലാണെന്നും പാകിസ്ഥാനിൽ അല്ല എന്നും ചടങ്ങിൽ പങ്കെടുത്ത ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗം ആമി ഒബ്രൈൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ വളരുന്ന മധ്യവർഗം ആഗോള വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ടെന്ന് റിച്ച് മക്കോർമിക് പറഞ്ഞു. ഇന്ത്യ വെറും പ്രതിഭകളെ കയറ്റുമതി ചെയ്യുക മാത്രമല്ല, ലോകത്തെ വിവിധ മേഖലകളിലെ വിടവുകൾ നികത്താൻ ആവശ്യമായ കഴിവുള്ളവരെ വാർത്തെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുമായുള്ള ബന്ധം തകരാറിലാകുന്നത് അമേരിക്കയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് മക്കോർമിക് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങൾ തന്നെ തുറന്നടിച്ച് അംഗീകരിക്കുന്ന ഒരു സത്യമാണ് ഇന്ന് ലോകം കേൾക്കുന്നത്. ഇന്ത്യ ഇനി ആഗോള സാമ്പത്തിക വേദിയിലെ ഉയരുന്ന ശക്തി മാത്രമല്ല, നിർണായക ശക്തിയാണ്. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയുടെ നിക്ഷേപങ്ങളും പങ്കാളിത്തവും പാകിസ്ഥാനേക്കാൾ പല മടങ്ങ് മുന്നിലെത്തിയിരിക്കുന്നുവെന്ന അംഗീകാരം ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന്റെ ഔദ്യോഗിക മുദ്രയാണ്. ഇന്ത്യ ആരുടെയും ഒന്നിന്റെയും പിന്നിലായി നിൽക്കുന്ന രാജ്യമല്ല എന്ന ഈ പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടിയെടുത്ത ദീർഘകാല ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ്. ട്രംപ് ഭരണകാലത്ത് ഇന്ത്യയെ ചെറുതായി കാണാനും വ്യാപാര ബന്ധങ്ങളെ ഭീഷണിപ്പെടുത്തി നിബന്ധനകൾ ചുമത്താനും ശ്രമിച്ച സമീപനമാണ് ലോകം കണ്ടത്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ വളർച്ചയെ നിയന്ത്രിക്കാമെന്ന അഹങ്കാരം ട്രംപ് കാണിച്ചുവെങ്കിലും യാഥാർത്ഥ്യം അതെല്ലാം തകർത്തു. ഇന്ന് അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങൾ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ പ്രശംസിക്കുന്നത് ട്രംപിന്റെ ആ നിഷേധാത്മക രാഷ്ട്രീയത്തിന്റെ പരാജയ സാക്ഷ്യമാണ്. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെ ഇന്ത്യയെ ആഗോള നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റിയ മോദി സർക്കാർ അമേരിക്കൻ കമ്പനികൾക്ക് പോലും അനിവാര്യമായ ഒരു പങ്കാളിയാക്കി ഇന്ത്യയെ ഉയർത്തി. പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ സഹായധനത്തിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലും കുടുങ്ങിക്കഴിയുമ്പോൾ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ സ്വന്തം ശക്തിയിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ മാറ്റത്തിന്റെ പിന്നിൽ ഒരു ശക്തമായ രാഷ്ട്രീയ ദൃഷ്ടിയും സ്ഥിരതയുള്ള നേതൃത്വവുമാണ്. അത് മോദിയുടേതാണ്. അമേരിക്കൻ കോൺഗ്രസിൽ നിന്നുള്ള ഈ പരാമർശങ്ങൾ ഒരു അഭിനന്ദനം മാത്രമല്ല, അത് ആഗോള രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന പ്രഖ്യാപനം കൂടിയാണ്. ഇന്ത്യ ഇന്ന് സഹായം തേടുന്ന രാജ്യമല്ല, പങ്കാളിത്തം നിർണയിക്കുന്ന ശക്തി കൂടിയാണ്. ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയും അവഗണിച്ചും സംസാരിച്ച കാലം കഴിഞ്ഞു. ലോകം ഇന്ന് അംഗീകരിക്കുന്നത് ഇന്ത്യയില്ലാതെ അമേരിക്കൻ സാമ്പത്തിക വളർച്ച പോലും പൂർണ്ണമാകില്ല എന്ന യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാനേക്കാൾ ഇന്ത്യയുടെ നിക്ഷേപ ശക്തി മുന്നിലെത്തിയെന്നത് വെറും അക്കങ്ങളുടെ കഥയല്ല, അത് ജനാധിപത്യം, സ്ഥിരത, വികസന ദൃഷ്ടി എന്നിവയുടെ വിജയം കൂടിയാണ്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടിയെടുത്ത വിശ്വാസ്യതയാണ് അമേരിക്കൻ വിപണിയെ പോലും ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. ട്രംപിന്റെ വിഭജന രാഷ്ട്രീയവും അഹങ്കാര പ്രസ്താവനകളും ചരിത്രത്തിലേക്ക് മറയുമ്പോൾ മോദിയുടെ വികസന രാഷ്ട്രീയമാണ് ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഇന്ന് ഇന്ത്യ അമേരിക്കയുടെ സാമ്പത്തിക പങ്കാളിയാണ്, നാളെ ആഗോള സാമ്പത്തിക നയങ്ങളുടെ നിർണായക ശബ്ദമായി മാറും. ട്രംപ് ഇന്ത്യയെ ചെറുതായി കാണാൻ ശ്രമിച്ച ഓരോ വാക്കിനും മറുപടിയായി ഇന്ത്യ വളർച്ചയിലൂടെ, നിക്ഷേപങ്ങളിലൂടെ, ആത്മവിശ്വാസത്തിലൂടെ മറുപടി നൽകി. ഈ വിജയം ഒരാളുടേതല്ല, ഒരു രാജ്യത്തിന്റേതാണ്. എന്നാൽ ആ വിജയത്തിന് ദിശ നൽകിയത് നരേന്ദ്രമോദിയാണെന്ന സത്യം ലോകം സമ്മതിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.